ശ്രീജിത്ത് സർ നമസ്കാരം. ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ എഡ്വിന മൗണ്ട് ബാറ്റനുമായിട്ടുള്ള കത്തിടപാടുകളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഈ കത്തുകൾ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയത്തിൽ നിന്ന് 2008 അന്നത്തെ UPA ഭരണകാലത്ത് സോണിയാഗാന്ധി മാറ്റി എന്നാണ് ആരോപണങ്ങൾ വരുന്നത്. ഇത് എത്രയും പെട്ടെന്ന് തിരിച്ചേൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയത്തിൽ നിന്ന് ഒരു അറിയിപ്പ് അവർക്ക് ലഭിച്ചു എന്നും പറയുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് കഥകൾ വരുന്നുണ്ട്, നമ്മൾ മുമ്പും കേട്ടതാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കത്ത് മാറ്റിയതിന് പുറകിൽ എന്തായിരിക്കാം? അല്ലെങ്കിൽ ഈ കത്ത് മാറ്റിയത് കൊണ്ട് കോൺഗ്രസിന് പ്രത്യേകിച്ച് എന്തെങ്കിലും രാഷ്ട്രീയ ലാഭമുണ്ടോ? പാർത്ഥൻ, ഇതിൽ ഒന്നാമത്തെ കാര്യം പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയത്തിൻ്റെ കയ്യിലുള്ള അവർ സൂക്ഷിക്കുന്ന രേഖകൾ, കത്തെന്ന് പറയുമ്പോൾ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു രേഖയാണ്. അത്തരത്തിലുള്ള രേഖകൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഒരു തെറ്റാണ്. ഇപ്പോൾ പല ആൾക്കാരും പല രീതികളിലാണ് അതിനെപ്പറ്റി പ്രതികരിക്കുക. ഇപ്പോൾ BJPയുടെ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ ആവില്ല ഒരുപക്ഷെ ചരിത്രകാരന്മാർ പറയുക. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയവുമായി ബന്ധപ്പെട്ട് അതിനൊക്കെ ഒരു ഗവേണിംഗ് കൗൺസിലും ഒക്കെ ഉണ്ട്. അതിൽ അംഗമായിട്ടുള്ള റിസ്വാൻ ഖദ്രി എന്ന ഒരു ഹിസ്റ്റോറിയൻ ഉണ്ട്. ആ ഹിസ്റ്റോറിയൻ പറയുന്നത് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒറിജിനൽ അവർ വെച്ചോട്ടെ, പക്ഷേ അതിൻ്റെ കോപ്പി ഞങ്ങൾക്ക് നൽകണം, ഡിജിറ്റൽ കോപ്പി നൽകണം. കാരണം അത് ചരിത്രപരമായിട്ട് അതിനെയൊക്കെ തന്നെ പറ്റി പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് അങ്ങനെ ആരും അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തതാണ് എന്നാണ് ഈ ഖദ്രിയെ പോലുള്ള ആൾക്കാർ പറയുന്നത്. പക്ഷേ BJPയുടെ നേതാക്കന്മാരായിട്ടുള്ള സംബിത് പാത്രയെ പോലെയുള്ള ആൾക്കാർ പറയുന്നത് അങ്ങനെയല്ല, ഇത് സോണിയാഗാന്ധിയുടെയോ മറ്റാരുടെയും കയ്യിൽ വ്യക്തിപരമായിട്ട് വെക്കാനായിട്ട് സാധ്യമല്ല. കാരണം അത് ഇന്ദിരാഗാന്ധി തന്നെ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അത് രാഷ്ട്രത്തിൻ്റെ സ്വത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രത്തിൻ്റെ സ്വത്ത് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയിൽ ഇരിക്കുന്ന സാധനത്തിനെ അനധികൃതമായിട്ട് അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് അത് നിശ്ചയമായിട്ടും ഫിസിക്കലായിട്ട് തന്നെ തിരികെ കിട്ടണം എന്നുള്ളതാണ് പറയുന്നത്. ഇത് രണ്ട് രീതിയിലായാലും നിശ്ചയമായും അത് തിരികെ കിട്ടണം എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. കാരണം പലപ്പോഴും നമ്മൾ ചരിത്രം എന്തായിരുന്നുവെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മുടെ നേതാക്കന്മാരൊക്കെ തന്നെ ഏത് രീതിയിലാണ് ചിന്തിച്ചത്, എന്തൊക്കെ ഓപ്ഷൻസാണ് അവർക്കുണ്ടായിരുന്നത്, എന്തൊക്കെ തരത്തിലുള്ള ആശയവിനിമയങ്ങളാണ് അവർ മറ്റുള്ള ആൾക്കാരുമായിട്ട് നടത്തിയിരുന്നത്, ഇതിനെപ്പറ്റി എല്ലാം തന്നെ ചരിത്രപരമായിട്ട് മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് കേവല കൗതുകം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ചരിത്രപരമായിട്ട് നമുക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആ മിസ്സിംഗ് ലിങ്കുകളെയൊക്കെ തന്നെ കണക്ട് ചെയ്യുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള കറസ്പോണ്ടൻസ് വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിശ്ചയമായും രാജ്യത്തിൻ്റെ സ്വത്താണ്. ഇന്ദിരാഗാന്ധി യാതൊരു വിധത്തിലുള്ള വീണ്ടുവിചാരവും ഇല്ലാതെ ആവില്ലല്ലോ അച്ഛൻ്റെ കത്തുകളൊക്കെ തന്നെ ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ ഈ കത്തുകളുമായി ബന്ധപ്പെട്ട് അച്ഛൻ മകൾക്ക് അയച്ച കത്ത് ഒക്കെ നമ്മൾ വളരെ പ്രശസ്തമായിട്ട് കേട്ടിട്ടുള്ളതാണ്. ഇവിടെ ജവഹർലാൽ നെഹ്റുവുമായിട്ട് കറസ്പോണ്ടൻസ് നടത്തിയിരിക്കുന്ന ആൾക്കാരും തന്നെ നിസ്സാരക്കാരായിട്ടുള്ള ആൾക്കാരല്ല. അതിൽ ജയപ്രകാശ് നാരായണനുണ്ട്, അരുണ അസഫ് അലിയുണ്ട്, GB പന്തുണ്ട്. അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്ന കാലത്തുള്ള അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന ആൾക്കാർ, പിന്നീടുള്ള നമ്മുടെ ഒരു രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ നിരന്തരമായി കറസ്പോണ്ടൻസിൽ ഇരുന്ന കുറേയധികം ആൾക്കാരാണ്. അവരുമായി ബന്ധപ്പെട്ട് എന്താണ് ആശയവിനിമയം നടത്തിയിരുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അപ്പോൾ ഇതിലൊരു പ്രൈവസിയുടെ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇതൊരു ദേശീയ നേതാവ് മറ്റ് ദേശീയ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ ചരിത്രപരമായി വലിയ സ്ഥാനമുള്ള നിരവധി വ്യക്തികൾക്ക് അയച്ചിരിക്കുന്ന കത്തുകളാണ്, കിട്ടിയിരിക്കുന്ന കത്തുകളാണ്. ഇത് ഒരു ഭാഗം. രണ്ടാമത്തേത്, എഡ്വിന മൗണ്ട് ബാറ്റനുമായി ബന്ധപ്പെട്ട് നിരവധി കത്തുകൾ ഇതിലുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതാണ് ഒരുപക്ഷെ ഇതിലൊരു വലിയ മസാല രീതിയിലത്തേക്ക് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതും. ജയപ്രകാശ് നാരായണനുമായി ബന്ധപ്പെട്ടതോ GB പന്തുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള കത്തുകളേക്കാൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് ഇതാണ്. കാരണം ഇവിടെ പറയുന്ന ആരോപണം 2008 ഇതിവിടെ നിന്ന് കടത്തിയത് എന്ന് പറയുന്നു. അത് ഒരു മീറ്റിംഗ് മിനിറ്റ്സിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും 51 കാർട്ടണുകളിലായിട്ടാണ് ഈ കത്തുകളെല്ലാം തന്നെ കൊണ്ടുപോയത് എന്നും പറയുന്നു. അപ്പോൾ അങ്ങനെ സോണിയാഗാന്ധി ഇത് കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായും എന്ത് അധികാരത്തിൻ്റെ പുറത്താണ്, എന്തിൻ്റെ പുറത്താണ്, അതായത് ഇപ്പോൾ കേവലാധികാരമെന്നല്ല, അമിതാധികാര പ്രയോഗം എന്ന് വേണം അതിനെ പറയാൻ. പക്ഷേ എന്തിൻ്റെ പേരിലാണ് അങ്ങനെ കൊണ്ടുപോയത്? അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതവർക്ക് കീപ്പ് ചെയ്യാനായിട്ടോ കൊണ്ടുപോകാനോ ഉള്ള അധികാരമുണ്ടോ? കാരണം നമ്മളിപ്പോൾ പറയുന്നത് 16 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഇത് പൊസഷനിലുണ്ടോ, എന്താണ് അതിനെ പറ്റിയിട്ടുള്ള വസ്തുത എന്നതിനെപ്പറ്റി നമുക്കറിയില്ല. രണ്ട്, ഇവർ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ആനുവൽ ജനറൽ ബോഡി ചർച്ച ചെയ്തതിന് ശേഷം അവർ ഈ കത്ത് തിരിച്ച് ചോദിക്കാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ സോണിയാഗാന്ധിക്ക് നേരിട്ട് അവർ കത്തയച്ചു. പക്ഷേ ആ കത്തിന് പ്രതികരണമില്ല. അപ്പോൾ തൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇല്ല, അല്ലെങ്കിൽ ഇത് ആരോപണം തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ മതിയായ സമയം ശ്രീമതി സോണിയാഗാന്ധിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവർ അതിനെപ്പറ്റി റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അത് കിട്ടാത്ത സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് കൂടി ദേശത്തിൻ്റെ സ്വത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് താങ്കളുടെ അമ്മയോട് പറഞ്ഞ് ഈ കത്തുകൾ എത്രയും പെട്ടെന്ന് തിരിച്ചു തരൂ എന്നാണ് ഇവരാവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത് കൊണ്ടുപോകുന്നതും അത് തിരിച്ചു ചോദിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പാടില്ലായിരുന്നു എന്നുള്ള വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമുണ്ട്.
രണ്ട്, ഇതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഘട്ടങ്ങളിൽ ഈ നേതാക്കന്മാരൊക്കെ എന്താണ് ചിന്തിച്ചിരുന്നത്, അവരുടെ പ്രയോറിറ്റീസ് എന്തായിരുന്നു, ഇവരുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു, ഈ കാര്യത്തിനെപ്പറ്റി എല്ലാം മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ബയോഗ്രഫികൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഏതൊരു വ്യക്തിയെ പറ്റിയും ഒരു ബയോഗ്രഫി ഉണ്ടാകുമ്പോൾ അതിലേറ്റവും പ്രധാനം സമകാലീനരായിരുന്ന ആൾക്കാരുമായിട്ട് ഇവർ നടത്തിയിരുന്ന കറസ്പോണ്ടൻസ് ആണ്. അപ്പോൾ ആ കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലേക്കോ ടെലിഫോൺ സംഭാഷണത്തിലേക്കോ ഒക്കെ കൂടുതൽ മാറിയിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്തെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത് കത്തായിരുന്നു. ഇന്നും ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് കുറേ അധികം നടക്കുന്നത് കത്തുകൾ വഴിയാണ്. അപ്പോൾ ഇത് ചരിത്രപരമായിട്ടൊരു പ്രസക്തി ഉള്ളത് കൊണ്ട് തന്നെ ഹിസ്റ്റോറിയൻസിന് ഇത് കിട്ടുക, ഇത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക, ഈ റിസർച്ച് സ്കോളേഴ്സിന് ഇത് കിട്ടുക എന്നത് വളരെ പ്രസക്തമാണ്. രാജ്യത്തിൻ്റെ ചരിത്രം അറിയുന്നതിന് മാത്രമല്ല, ഈ വ്യക്തികളുമായി ബന്ധപ്പെട്ട അവരുടെ ജീവചരിത്രം പൂർണ്ണമാക്കുന്നതിനും അതിന് വലിയൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് എഡ്വിനയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എഡ്വിനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളുണ്ട്. അവർ തമ്മിലൊരു ഈ വളരെ അഗാധമായ വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നുവെന്നും അതല്ലാതെ പ്രേമം തന്നെയാണ് എന്നുമൊക്കെയുള്ള പല അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഒരുപക്ഷെ ഈ എഡ്വിനയുടെ മകൾ തന്നെ പമേല ഹിക്സ് മൗണ്ട് ബാറ്റൻ അവർ പറഞ്ഞിട്ടുണ്ട്. അവരതിനെപ്പറ്റി ഈ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ അവർ പറയുന്നുണ്ട് വ്യക്തിപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ വളരെ ആഴത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധമായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത്, പക്ഷെ അതൊരിക്കലും ശാരീരികമായിരുന്നില്ല എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിനെ പറ്റി പല ചരിത്രകാരികൾ ഒക്കെ തന്നെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവർ തമ്മിലുണ്ടായിരുന്ന കറസ്പോണ്ടൻസിനെ പറ്റി ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് ഈ കറസ്പോണ്ടൻസ് കൃത്യമായിട്ട് ഇതിലെന്താണ് ഏതാണ് എന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്ര കൃത്യമായ ഡീറ്റെയിൽസ് അറിയില്ല. എത്ര കാലം ഇവരിങ്ങനെ കറസ്പോണ്ടൻസിലുണ്ടായിരുന്നു. നമ്മൾ അറിയുന്നതനുസരിച്ച് 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ബ്രിട്ടീഷുകാരൊക്കെ തിരിച്ചു പോയതിനു ശേഷവും ഇവർ കത്ത് വഴിയുള്ള കറസ്പോണ്ടൻസ് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള കത്തുകൾ, ആ കത്തുകളിൽ ഉണ്ടായിരുന്ന ഉള്ളടക്കം എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടി അതിനൊരു ചരിത്രപരമായിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് അതിനെപ്പറ്റി മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള അവസരം പോലും ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇപ്പോൾ ഈ രാഷ്ട്രീയമായിട്ടാണെങ്കിലും നെഹ്റുവിനെതിരെ വളരെ മോശമായ രീതിയിലത്തേക്കുള്ള ഒരു ആരോപണമായിട്ട് ഇത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ കത്തുകൾ മറ്റൊരു സ്റ്റോറിയാണ് പറയുന്നത് എങ്കിൽ അത് കുറച്ചുകൂടി കോൺഗ്രസിനല്ലേ അഡ്വാൻറ്റേജസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കത്ത് പുറത്ത് കൊണ്ടുവരണം എന്ന് പറയേണ്ടതും അവരാണ്. അപ്പോൾ എന്ത് സാഹചര്യത്തിലാണ് ഈ കത്ത് ഇവിടെ നിന്ന് കടത്തിയത്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അത് തിരികെ നൽകാത്തത് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോൾ അതിൽ ചരിത്രപരമായിട്ടുള്ള ഒരു അനീതി അല്ലെങ്കിൽ ഒരു നീതി നിഷേധം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. തന്നെയുമല്ല ഒരു തെഫ്റ്റാണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് പറയാം. കാരണം ഇത് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഏത് അധികാര സ്ഥാനത്തിരിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്കത് സ്വന്തമായി പെട്ടിയിലാക്കി കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്ത്യയുടെ രാഷ്ട്രപതി ആണെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആണെങ്കിലും അത് സാധ്യമല്ല. അവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് റെഫറൻസിന് ഒരു ഫയൽ എടുക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളതിനെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത് പ്രസക്തമാണ്. അത് നടക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരുപക്ഷെ UPA സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു അമിതാധികാര പ്രവണതയാണ്. അത് ചരിത്രപരമായിട്ടുള്ള ഒരു നീതി നിഷേധം കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് സാർ അവിടെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു പരമപ്രധാനമായ ചില വാർത്തകളുണ്ട്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് തന്നെ ഇവർ തമ്മിലുള്ള ഒരു അഗാധമായ ആത്മബന്ധത്തിൻ്റെ പുറത്താണ് എന്നും ആ സൗഹൃദത്തിൻ്റെ പുറത്താണ് കുറച്ചുകൂടി പെട്ടെന്ന് ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടാനും അതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ ഒരു നയം രൂപീകരിക്കാനും ഒക്കെ സാധ്യമായത് എന്നുള്ള തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് അവർ തമ്മിലുള്ള അഗാധമായ പ്രണയത്തിൻ്റെ പുറത്തായിരുന്നു എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. എങ്കിലും അത്തരം പ്രൈവസികളിലേക്ക് അവരുടെ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ സഹായിച്ചു എന്ന രീതിയിലൊക്കെ അഭിപ്രായങ്ങൾ വരുമ്പോൾ അത് സത്യമാണോ എന്നറിയാനൊക്കെ ഈ കത്തുകൾ ഒരുപാട് ഉപകരിക്കില്ലേ? നിശ്ചയമായും അതുതന്നെയാണ് ഞാനും പറഞ്ഞത്. അതായത് ഇവർ തമ്മിലുണ്ടായിരുന്ന ബന്ധം എങ്ങനെയായിരുന്നു, അതിൻ്റെ ആഴം എങ്ങനെയായിരുന്നു, അത് വളരെ ഇമോഷണലായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു എന്നൊക്കെ തന്നെ അവരുടെ മകൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ഇമോഷണൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ പോയിന്റുകളിലാണ് ആ ഒരു ഇമോഷൻ അവർ ഷെയർ ചെയ്തിരുന്നത്? രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ, രാജ്യത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ, അതോ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളിലായിരുന്നു? ഈ കാര്യങ്ങളെപ്പറ്റി അറിയാനുള്ള ഒരു അവകാശം ജവഹർലാൽ നെഹ്റുവും ഒരു ചരിത്ര പുരുഷനാണ്, എഡ്വിന മൗണ്ട് ബാറ്റനും ഒരു ചരിത്ര വനിതയായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ ചരിത്രപരമായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മലേഷ്യയിൽ വെച്ചിട്ടാണ് എഡ്വിന മൗണ്ട് ബാറ്റൻ മരിക്കുന്നത്. അപ്പോൾ അവരുടെ അവസാന ആഗ്രഹം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ചാനലിൽ അവർക്ക് അന്ത്യവിശ്രമം കൊള്ളണം എന്നാണ്. അപ്പോൾ അങ്ങനെ പോർട്സ്മൗത്തിനപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളണം എന്നുള്ള ഒരു താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അവർ മരിക്കുന്ന സമയത്തും ലൂയി മൗണ്ട് ബാറ്റൻ ജീവിച്ചിരിപ്പുണ്ട്.
അപ്പോൾ അദ്ദേഹം ചെയ്തിരുന്ന കാര്യം തന്നെ അവർ മരിച്ചിട്ട് പിന്നീട് ഏതാണ്ട് 3-4 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ ഈ ലാസ്റ്റ് റൈറ്റ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്രിട്ടീഷ് പടക്കപ്പലുണ്ട്, എനിക്ക് തോന്നുന്നത് HMS വേക്ക്ഫുൾ എന്നെന്തോ ആണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ പടക്കപ്പലിലാണ് ഇംഗ്ലീഷ് ചാനലിലേക്ക് ഈ ബോഡി, എഡ്വിനയുടെ ബോഡി കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ പിന്നാലെ ഒരു ഇന്ത്യൻ പടക്കപ്പൽ വന്നിരുന്നു. ആ പടക്കപ്പൽ INS തൃശ്ശൂലാണ്. അപ്പോൾ ഈ INS തൃശ്ശൂൽ ഒരു മെയിൻ്റനൻസിനോ മറ്റോ എന്തോ കാര്യത്തിന് മറ്റൊരു ഭാഗത്ത് പോയിട്ട് അവിടെ നിന്ന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഇതിനെ അനുഗമിക്കാൻ, അതായത് HMS വേക്ക്ഫുൾ പോകുമ്പോൾ ആ വേക്ക്ഫുളിനെ അനുഗമിച്ച് അതിന് പിന്നാലെ പോയത് INS തൃശ്ശൂലാണ്. അവസാനം ഈ ലാസ്റ്റ് റൈറ്റ്സ് ഒക്കെ പെർഫോം ചെയ്തതിന് ശേഷം ഇവരുടെ ശരീരം അടങ്ങിയിരിക്കുന്ന ഈ പേടകം ഈ വേക്ക്ഫുളിൽ നിന്ന് ലോവർ ചെയ്തിട്ട് ഇത് ഇംഗ്ലീഷ് ചാനലിലേക്ക് വെക്കുന്നു. വെച്ചതിന് ശേഷം വേക്ക്ഫുൾ അവിടെ നിന്ന് മാറുമ്പോഴേക്കും അതിന് തൊട്ട് പിന്നാലെ എത്തുന്ന INS തൃശ്ശൂരിൽ നിന്ന് എഡ്വിന മൗണ്ട്ബാറ്റന് ഏറെ പ്രിയപ്പെട്ട മാരിഗോൾഡ് ഫ്ലവേഴ്സ് ചേർത്തിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു പുഷ്പചക്രം അതേ സ്ഥാനത്തേക്ക് ലോവർ ചെയ്തതിന് ശേഷം കടലിൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലത്തേക്കൊരു ഒരു ഒരു സ്റ്റേറ്റ് ഫ്യൂണറലൊക്കെ ഒരു രാജ്യം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന് ആ രീതിയിലത്തേക്ക് അതിലേക്ക് പങ്കെടുക്കേണ്ടുന്ന ഒരു ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത് വളരെ ഡിബേറ്റബിളാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട എഡ്വിന മൗണ്ട്ബാറ്റൻ്റെ പങ്ക് എന്താണ് എന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഞാൻ പറയുന്നത് അത് ചരിത്രപരമായി പോലും അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടാകേണ്ടതല്ല. കാരണം ആ നിലയ്ക്കല്ല അവരവിടെ നിയുക്തയായിരുന്നത്. അവർ എഡ്വിന മൗണ്ട്ബാറ്റൻ എന്ന് പറയുന്നത് മൗണ്ട്ബാറ്റൻ്റെ പത്നി എന്ന രീതിയിലാണ് അവരുടെ പ്രശസ്തി. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഈ രീതിയിലത്തെ INS തൃശ്ശൂരിനെ വിട്ട് അവിടെ ഒരു മാരിഗോൾഡ് ഫ്ലവർ കൊണ്ടുള്ള ഒരു റീത്ത് അവിടെ സമർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ കാണുക? എന്തിനാണത് ചെയ്തത് എന്ന രീതിയിലത്തേക്കുള്ള ചോദ്യം ചെയ്യലുകൾ വരെ ഉണ്ടാകും. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചരിത്രകാരന്മാരും ചരിത്രകാരികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചരിത്രകാരിയുണ്ട്, അലക്സ് മോൺ ടൺസൽമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചരിത്രകാരിയുണ്ട്. അപ്പോൾ അവർ ഈ സംഭവത്തിനെ പറ്റി അവരുടെ ഒരു പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട്. ഇന്ത്യൻ സമ്മർ എന്തോ ഉള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അവർ പറയുന്നത് ഈ ഹോൾ എപ്പിസോഡ്, അതായത് ഈ മാരിഗോൾഡ് റീത്തൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെക്കുക എന്നൊക്കെ ഉള്ളതിനെ പ്രണയനിർഭരം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ദേശീയ താല്പര്യം മുൻനിർത്തി അങ്ങനെ നമുക്ക് ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ടോ? ഈവൻ മൗണ്ട്ബാറ്റൻ ആണെങ്കിൽ പോലും നമുക്കത് ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ടോ എന്നുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ സ്വാതന്ത്ര്യം പോരാടി നേടിയതാണല്ലോ, അല്ലാതെ ആരുടെയും അനുകമ്പയാൽ അവർ നമുക്ക് തന്നിട്ട് പോയിരിക്കുന്ന ഒരു കാര്യമല്ല എന്നൊക്കെയാണ് നമ്മുടെ വെയ്പ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ. കാരണം ഞാനത് പറയുന്നതിന് കാരണം ആ രീതിയിലത്തേക്ക് നമ്മൾ പൊരുതി വാങ്ങി എന്നാണ് നമ്മൾ പറയുക, അല്ലാതെ ബ്രിട്ടീഷുകാരൻ തന്നിട്ട് പോയി എന്നല്ല പറയുക. അപ്പോൾ തന്നിട്ട് പോയി എങ്കിൽ മറ്റുള്ളവൻ്റെ ബെനവളൻസാണ്, അതായത് 2ാം ലോക മഹായുദ്ധത്തിൽ ജയിക്കുകയാണ്, ശരി, ഈ രീതിയിലത്തേക്കുള്ള ഒരു വേൾഡ് ഓർഡർ അല്ല ഇനി വേണ്ടത്, അതുകൊണ്ട് ഞങ്ങൾ എല്ലാ കോളനികളെയും മോചിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നു എന്നാണ് എങ്കിൽ, അങ്ങനെയാണ് നമ്മുടെ സങ്കല്പമെങ്കിൽ ശരിയാണ്, അവരോട് നമുക്ക് അവരുടെ തെറ്റുകൾ പൊറുക്കണമെന്നൊക്കെയുള്ളൊരു ഓൾട്ടർനേറ്റീവ് സ്റ്റോറി അവിടെ ഉണ്ടാകാം. പക്ഷേ ഇവിടെ അതിനുള്ള പ്രസക്തി ഇല്ലല്ലോ. നമ്മളിവിടെ സ്വാതന്ത്ര്യം പോരാട്ടം ചെയ്ത് സുഭാഷ് ചന്ദ്രബോസിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നമ്മൾ പോരാട്ടം ചെയ്തിട്ട് പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ നമ്മളൊരു ഹോസ്റ്റൈലായിട്ട് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ അവരുമായിട്ട് എല്ലാ കാര്യത്തിലും മച്ചാമച്ചായിട്ടിരുന്നിട്ട് ആ ചേട്ടാ അളിയ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ബന്ധമല്ല ഐഡിയലി ഉണ്ടാകേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ രീതിയിലത്തേക്കുള്ള ജസ്റ്റേഴ്സൊക്കെ തന്നെ ആ ഒരു സമയത്തുണ്ടായിരുന്ന ആൾക്കാർക്ക് കൊടുക്കണോ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കുറേയധികം ചോദ്യങ്ങൾ ഉണ്ടാകാം. ആ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഒന്ന് ഇടപെടുകയാണ്, അങ്ങേക്ക് തുടരാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഈ എഡ്വിന രാജ്യം വിട്ടു പോകുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റുവിന് അദ്ദേഹത്തിനൊരു വളരെ പ്രിയപ്പെട്ട ഒരു സമ്മാനം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അത് വാങ്ങില്ല എന്ന് കരുതിയിട്ട് ഇന്ദിരാഗാന്ധിയുടെ കയ്യിലാണ് അത് കൊടുത്തിരുന്നത്, ഒരു മരതക മോതിരം. അവരുടെ സ്നേഹത്തിൻ്റെ അടയാളമായ ഒരു മരതക മോതിരം, എന്തെങ്കിലും സാമ്പത്തിക പ്രയാസം വരികയാണെങ്കിൽ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഒരു മനോഹരമായ ബന്ധമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും ഇന്ത്യയുമായി ബന്ധപ്പെട്ട കുറേ അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ആ രീതിയിലേക്ക് അവരുടെ ബന്ധം ഇന്ത്യക്ക് സഹായകമായിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു ചോദ്യമായി ഉയരുന്നത്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. അല്ല, അങ്ങനെ ഉണ്ട് എങ്കിൽ അത് കടുത്ത ഒരു അനീതിയാണ്. നമ്മുടെ ദേശീയ നേതാക്കന്മാരോട്, നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലൂടെ നമ്മൾ കാണിക്കുന്ന ഒരു അനീതിയാണ്. കാരണം ഇവിടെ പോരാടിയിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നത്. അതപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അവസാന ബ്രിട്ടീഷ് വൈസ്രോയിയുടെ ഭാര്യയുടെ താല്പര്യപ്രകാരമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ ശ്രമിച്ചത്. ഇതൊരു അടുക്കള വിവരമല്ലല്ലോ. നമ്മൾ ആ രീതിയിലത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് കുറേയധികം ആൾക്കാർ അവരുടെ ചോര നീരാക്കി, അവരുടെ ചോര തന്നെ കൊടുത്ത്, അവരുടെ ജീവൻ തന്നെ കൊടുത്ത് അങ്ങനെ നേടിയെടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു
വ്യക്തിയുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റാരുടെയോ ഒരു മേഴ്സിയുടെ ഭാഗമായിട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിശ്ചയമായിട്ട് നമുക്ക് പറയാൻ കഴിയും, നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ പൂർവികർ നേടിയെടുത്തിരിക്കുന്ന ഒരു അവകാശം എന്ന നിലയ്ക്ക് നേടിയെടുത്തിരിക്കുന്നതാണ്. അതിലേക്ക് മറ്റാർക്കെങ്കിലും ഒരു പ്രത്യേക താല്പര്യമുണ്ട് എന്ന് വരുത്തുന്നത് ശരിയല്ല. പക്ഷേ നിശ്ചയമായും അത് പറയുമ്പോൾ തന്നെ ഏത് രീതിയിലുള്ള ബന്ധമാണ് ജവഹർലാൽ നെഹ്റുവിന് എഡ്വിന മൗണ്ട് ബാറ്റനുമായിട്ട് ഉണ്ടായിരുന്നത് എന്നതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഈ രീതിയിലത്തേക്കുള്ള ഒരു ഓൾട്ടർനേറ്റീവ് നറേറ്റീവ് നേരത്തെ പറഞ്ഞതുപോലെ സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ അതില്ലാതാക്കുന്നതിന് കൂടി ചരിത്രപരമായ ഒരു പ്രസക്തിയുണ്ട്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഈ രേഖകളൊക്കെ തന്നെ തിരിച്ചു കിട്ടുക എന്നുള്ളത് പ്രധാനമാണ്. എന്തായാലും പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയത്തിൽ നിന്ന് സോണിയാഗാന്ധി എടുത്തു എന്ന് പറയപ്പെടുന്ന കത്ത് തീർത്തും രാജ്യത്തിന് അവകാശപ്പെട്ടതാണ്. അത് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ. ആ കത്ത് കിട്ടിയാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിധിവരെ ഈ അഭ്യൂഹങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.